50% ഷെയർ ആദ്യത്തിൽ തന്നെ ഒരു ട്രഡീഷണൽ ഇൻവെസ്റ്റർക്ക് അവർ കൊടുത്ത്. ഇതാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു ഫൗണ്ടർ ചെയ്തത്. ഇങ്ങനെ ചെയ്യാൻ വല്ല പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൽക്കാലത്തേക്ക് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എവിടുന്നെങ്കിലും ഫണ്ട് എടുക്കുന്ന ഒരു പരിപാടിയാണിത്. പക്ഷെ ഇൻവെസ്റ്റർ ബിസിനസ്സിൽ ഇടപെടും. ആ ഇൻവെസ്റ്റർക്കാണെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് അല്ലെങ്കിൽ ഹൈ ഗ്രോത്ത് ബിസിനസ്സുകൾ D2C ആയിക്കോട്ടെ, ടെക് സ്റ്റാർട്ടപ്സ് ആയിക്കോട്ടെ, എങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ അവരിടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട രൂപത്തിലായിരിക്കില്ല ആ ബിസിനസ് ഫങ്ഷൻ ചെയ്യാൻ. അപ്പൊ ഞാൻ ആലോചിച്ച് എങ്ങനെ ഇത് ഒഴിവാക്കാം, ഇങ്ങനത്തെ പിറ്റ്ഫോൾസിൽ പെടുന്നതിൽ നിന്ന് എങ്ങനെ ഫൗണ്ടേഴ്സിനെ രക്ഷിക്കാം. എൻ്റെ അടുത്ത് ആക്ച്വലി ഇതിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ഫൗണ്ടേഴ്സ്, ആ നിഷിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫൗണ്ടേഴ്സിന്റെ കൂടെ സംസാരിക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, എങ്ങനത്തെ പിറ്റ്ഫോൾസ്, ഇങ്ങനത്തെ ട്രാപ്പുകളിൽ നിന്ന് ഒഴിവാകാം, അല്ലെങ്കിൽ റോങ് ഡിസിഷൻ എടുക്കുന്നതിന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് അവരോട് സംസാരിച്ചാൽ മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ പല കമ്മ്യൂണിറ്റീസും ഉണ്ടാവും. അപ്പൊ ആ കമ്മ്യൂണിറ്റീസിന്റെ ഭാഗമാവുക, ബാക്കിയുള്ള ഫൗണ്ടേഴ്സ് നമുക്കറിയുന്നത് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?